നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് കാലമായി പുതിയ വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ 1-2 മാസമായിട്ട് വലിയ ദാരിദ്ര്യം പിടിച്ചൊരു കാലമാണ്. പുതിയ വാഹനങ്ങളൊന്നും വരുന്നതേ ഇല്ല. അതുകൊണ്ട് പഴയ വാഹനങ്ങളും മറ്റുമായിട്ട് നമ്മളിങ്ങനെ വീഡിയോകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു. എന്തായാലും കുറച്ച് കാലത്തിന് ശേഷം ഒരു പുതിയ വാഹനം കൈ കിട്ടിയപ്പോൾ വിശന്നിരിക്കുമ്പോൾ ചക്കപ്പുഴുക്ക് കിട്ടിയൊരു അനുഭൂതിയാണ് എനിക്കുള്ളത്. ആ വാഹനത്തിൻ്റെ പേരാണ് ഏറ്റവും പുതിയ Volkswagen Tiguan R-Line. എല്ലാവർക്കും ബൈജു നായർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ടിഗുവാൻ R-Line എന്നുള്ളത് ഫോക്സ്വാഗൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ വാഹനം എന്നാണ് പറയേണ്ടത്. എന്ന് പറയുമ്പോൾ ടിഗുവാൻ്റെ ഏറ്റവും സ്പോർട്ടി ആയിട്ടുള്ള മോഡലാണ് ഇതെന്നാണ് പറയേണ്ടത്. ഇത് പൂർണ്ണമായും ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന വാഹനമാണ്. അതായത് പൂർണ്ണമായും ജർമ്മനാണ് ഈ വാഹനം. കുറേ പ്രത്യേകതകളുണ്ട്. ഇൻറ്റീരിയറൊക്കെ തകർപ്പനാണ്, അടിപൊളിയായിട്ടുണ്ട്. തന്നെയല്ല ഓരോ കാര്യങ്ങളും ഈവൻ ഗിയർ ലിവറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പോലും വളരെ വ്യത്യസ്തമാണ്. കുറച്ച് സമയമെടുക്കും നമുക്കൊന്ന് പഠിച്ചു വരാൻ. ഇതിൻ്റെ ഉള്ളിലുള്ള ഹൃദയം എന്ന് വിളിക്കാവുന്ന ഒരു 2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 204 bhp ആണ്. അതുപോലെ തന്നെ ഗംഭീരമായ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഡ്രൈവ് മോഡുകളായാലും അതുപോലെ തന്നെ ഇതിൻ്റെ ഷാസി കൺട്രോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാഹനമാണിത്. അതായത് ഇതുവരെ കണ്ട വാഹനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ടിഗുവാൻ്റെ R-Line എന്നാണ് പറയേണ്ടത്. കാഴ്ചയിലുണ്ടായ വ്യത്യാസം, ഇൻറ്റീരിയറിലുമുണ്ട് കാര്യമായ ഭംഗിയുള്ള വ്യത്യാസങ്ങളെന്നാണ് പറയേണ്ടത്. രണ്ടായിരത്തി 2017 ഇന്ത്യയിൽ ആദ്യമായിട്ട് ടിഗുവാൻ പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷം 2020 ഓൾ സ്പേസ് എന്നുള്ള പേരിൽ ഒരു 7 സീറ്റർ മോഡൽ കൂടി വന്നു. 2021 വീണ്ടും ഒരു ഫേസ് ലിഫ്റ്റ് ചെയ്ത ടിഗുവാൻ വരികയുണ്ടായി. ഇപ്പോൾ വന്നിരിക്കുന്ന R-Line എന്ന് പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും അധികം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന മോഡലുകളിലൊന്നാണ്. ഫോക്സ്വാഗൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം എന്ന് പറയുന്നത് യൂറോപ്പാണല്ലോ. അവിടെയുള്ളവർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് R-Line എന്നുള്ളത്. R-Line എന്ന് പറയുന്ന ഈ മോഡലിൻ്റെ 3ാമത്തെ ജനറേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് വിളിക്കാവുന്ന ജനറേഷനാണിത്. അതാണിപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ മുൻഭാഗത്തൊക്കെ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. ടിഗുവാനുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഡിസൈനൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ വലിപ്പത്തിൻ്റെ കാര്യമൊക്കെ നോക്കിയാൽ, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമൊക്കെ പഴയ അല്ലെങ്കിൽ ഏറ്റവും പുതിയ ടിഗുവാൻ്റെ അതേ പ്ലാറ്റ്ഫോമൊക്കെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. 6 എന്നുള്ള ബാഡ്ജിങ്ങാണ് നമുക്ക് പെട്ടെന്ന് ഈ R-Line ഇതിൽ നിന്നൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു സംഭവമായിട്ട് പറയാവുന്നത്. അതുപോലെ മുൻഭാഗം എന്ന് പറയുന്നൊരു വലിയ മുൻഭാഗമാണ്. അതായത് താഴെ എയർ ഡാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഫുൾ ഗ്ലോസി ഫിനിഷാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എലമെൻ്റൊക്കെ രസകരമായിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് വീണ്ടും ഒരു എയർ ഡാം ഏരിയ ഉണ്ട്. ഏറ്റവും താഴെ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് പൂർണ്ണമായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗമാണ് അങ്ങേ അറ്റം വരെ നീളുന്നത്. ധാരാളം സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കാരണം ഇതിൽ ADASൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ഒരു LED സ്ട്രിപ്പ് കാണുന്നുണ്ട്. സാധാരണ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളിൽ കാണുന്ന LED സ്ട്രിപ്പ് പോലുള്ള ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയ ഫോക്സ്വാഗൻ്റെ ലോഗോ കൊടുത്തിരിക്കുന്നു. അത് ബ്ലാക്ക് ഫിനിഷിൽ ഭംഗിയായിട്ട് അങ്ങനെ വളരെ വലിയ വലിപ്പത്തിലാണ് കൊടുത്തിരിക്കുന്നത്. മുൻഭാഗം വളരെ സ്പോർട്ടിയാണെന്നുള്ള സംശയമില്ല. കട്ടുകളും ഗ്രീസുകളൊക്കെ വളരെ രസകരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ബോണറ്റിലൊക്കെ ഹെവി ആയിട്ടുള്ള ലൈനുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. സൈഡ് പ്രൊഫൈലാണ് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഭാഗമൊക്കെ അങ്ങനെ തള്ളി നിൽക്കുന്നത് കാണുന്നത്. ഫോക്സ്വാഗൺ പൊതുവെ വലിയ ഡിസൈൻ ഗിമ്മിക്സ് ഒന്നും കാണിക്കാത്ത ഒരു കമ്പനിയാണ്. പക്ക യൂറോപ്യൻ രീതിയിലാണ് ഇവരുടെ പോക്ക്. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു ഡിസൈൻ ഗിമ്മിക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് മുൻഭാഗത്തെ ഈ ഒരു പ്രദേശം കൊടുത്തിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. എന്തായാലും ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്ന ഈ ലൈനുകളൊക്കെ ഭംഗിയായിട്ടുണ്ട്. അതൊക്കെ ഒരു R-Lineൻ്റെ സവിശേഷതയായിട്ട് പറയാം. ഹെഡ് ലാമ്പിലേക്ക് വരുമ്പോഴാണെങ്കിലും വളരെ ഷാർപ്പായിട്ടുള്ള 2 എലമെൻറ്റ്സാണ് നമ്മളിതിൽ കാണുന്നത്. ഇവിടെ ഡേറ്റ റണ്ണിങ് ലാമ്പ് സൈഡ് ഇൻഡിക്കേറ്ററാണ് ഈ കാണുന്നത്. ഉൾഭാഗത്തൊക്കെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത് അതും വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മുൻഭാഗത്തെ പറ്റി പറയേണ്ടത്. സൈഡ് നമുക്ക് ആ സൈഡ് പറയണോ ഈ സൈഡ് പറയണോ? ഈ സൈഡ്. ഓക്കെ, ഈ സൈഡിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതിൻ്റെ അലോയ് വീലാണ്. അലോയ് വീല് നല്ല ഭംഗിയായിട്ടുണ്ട്. 19 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽ ഫിനിഷും അതുപോലെ ബ്ലാക്ക് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. കൊവൻട്രി സ്റ്റൈൽ വീലെന്നാണ് കമ്പനി ഇതിനെ വിളിക്കുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കൊവൻട്രി എന്ന് പറയുന്നത് UK ഒരു പ്രദേശമാണ്. കൊവൻട്രി സ്റ്റൈൽ എന്ന പോലെ ഒരു സ്റ്റൈൽ ഉണ്ടായിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പാമ്പാടിയിൽ ജനിച്ച് വളർന്നുകൊണ്ട് UK അത്തരം കഥകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇവിടെ നല്ല തിക്ക് ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ക്ലാഡിംഗ് ആണ്. അത് പക്ഷേ അവിടെ കൊണ്ട് അവസാനിക്കുന്നു. പിന്നിലേക്കൊന്നും കൊടുത്തിട്ടില്ല. അതും ആ വീലും ഒക്കെ ചേരുമ്പോൾ ആ പ്രദേശം വളരെ ഭംഗിയുള്ളതാണ്. ഇവിടെ നല്ല ഗംഭീരമായ ഒരു ആറ് കൊടുത്തിരിക്കുന്നു. അതായത് R-Line ആണെന്ന് ദ്യോതിപ്പിക്കുന്ന കാര്യമാണത്. സൈഡ് വ്യൂ മിറേഴ്സിലൊക്കെ ആണെങ്കിലും ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം ഇവിടെ അതിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. അതുപോലെ താഴെയൊക്കെ ആയിട്ടാണെങ്കിലും ചെറിയ ഒരു
ഒരു എന്താ പറയുക ബെൽറ്റ് ലൈൻ പോലൊരു ഭാഗം ഏറ്റവും താഴെയായിട്ട് വന്നിരിക്കുന്നു. അതിൽ ക്ലാഡിങ് കൊടുത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അതുപോലെ ബോഡി കളേർഡ് തന്നെയാണ് ഈ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ഫിനിഷ് ബി പില്ലറിലേക്ക് കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇവിടെയും ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം നീളുന്നുണ്ട്. അതുപോലെ ഇവിടെ സിൽവർ ഫിനിഷുള്ള ഒരു റൂഫ് റെയിലും കൊടുത്തിരിക്കുന്നു. അതും വളരെ സ്പോർട്ടിയാണെന്നാണ് പറയേണ്ടത്. ഈ നിറവും ഗംഭീരമാണ് കേട്ടോ, നല്ല രസമുള്ള നിറമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വീണ്ടും സി പില്ലർ ഫുൾ ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൂടി നമുക്ക് ഇവിടെ കാണാം. പിന്നിലേക്ക് വരുമ്പോഴും വീലാർസിൽ മാത്രമായിട്ട് ഒരു ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യമുള്ളത് IQ ലൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഏറ്റവും ഗംഭീരമായ ഒരു ടെയിൽ ലാമ്പ് എന്നാണ് പറയുന്നത്. അതിൻ്റെ എലമെൻസ് ഒക്കെ വളരെ രസകരമായിട്ടുണ്ടെന്ന് മാത്രവുമല്ല, അദ്ദേഹം നീണ്ട് ഇങ്ങനെ പോരുകയാണ്. ഇവിടെയും മനോഹരമായ ഈ റിവേഴ്സ് ലൈറ്റൊക്കെ അതിൻ്റെ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു ഭാഗവും വളരെ ഭംഗിയായിട്ടുണ്ട്. അത് വളരെ വിടർന്നു നിൽക്കുന്ന വീതിയുള്ളൊരു വാഹനമാണ് നമുക്ക് തോന്നുന്നത്. ഈ രീതിയിലുള്ള ഈ ഒരു ലൈറ്റിൻ്റെ ഒരു വിന്യാസ ഭംഗിയാണ് എന്നാണ് പറയേണ്ടത്. ഇവിടെ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, സ്റ്റോപ്പ് ലാമ്പ്, അതുപോലെ തന്നെ ഷാർഫിൻ ആൻറ്റിനയൊക്കെ ഉണ്ട്. പിൻഭാഗത്ത് നല്ല ഭംഗിയുള്ള ഒരു സിംഗിൾ വൈപ്പർ കൊടുത്തിരിക്കുന്നു. ടിഗ്വാൻ എന്നുള്ള ബാഡ്ജിങ് ഇവിടെയുണ്ട്. 4Motion എന്നുള്ള ബാഡ്ജിങ് ഇവിടെ, അതായത് ഇത് ഓൾ വീൽ ഡ്രൈവ് ആണ് എന്ന് മനസ്സിലാക്കി തരുന്ന ബാഡ്ജിങ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് മുൻഭാഗത്ത് നമ്മൾ കണ്ടുപോലുള്ളൊരു എലമെൻറ്റ് കൊടുത്തിരിക്കുന്നു. കൂടാതെ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ലോവർ പാർട്ടും ഇവിടെ സ്റ്റീൽ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഈ ബൂട്ട് സ്പേസ് എന്ന് നോക്കാം. ബൂട്ട് സ്പേസ് എന്ന് പറയുന്നതിൽ യാതൊരു വ്യത്യാസവുമില്ല. നിങ്ങൾ ടിഗ്വാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതേ ബൂട്ട് സ്പേസ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇഷ്ടം പോലെ സ്പേസാണ്, ഇഷ്ടം പോലെ. തന്നെയല്ല കുറച്ച് താഴെയായിട്ട് ലോവേർഡാണിത് എന്നുള്ളതുകൊണ്ട് തന്നെ സാധനങ്ങൾ എടുത്തു വയ്ക്കാനൊക്കെ വളരെ സുഖപ്രദമാണ്. സ്പെയർ ടയർ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. കാരണം പുതിയ വാഹനങ്ങളിൽ സ്പെയർ ടയർ വേണമെങ്കിൽ കൊടുത്താൽ മതി സർക്കാർ പറഞ്ഞിരിക്കുന്നു. കാരണം പുതിയ പല വാഹനങ്ങളിലും പങ്ക്ചർ കിറ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ സ്പെയർ ടയർ വേണമെന്ന് വല്ല നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇഷ്ടം പോലെ സ്പേസ് കിട്ടും. എന്തായാലും അവിടെ സീറ്റൊക്കെ ഫോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ കൂടുതൽ സ്പേസ് വേണമെങ്കിൽ അങ്ങനെ കണ്ടെത്താം. കൂടാതെ ഇവിടെ നമുക്ക് മാനുവലി ഇത് പിടിച്ച് വലിച്ചാൽ അദ്ദേഹം അങ്ങോട്ട് മറിഞ്ഞ് വീഴുന്നതും കണ്ടു കാണുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്പേസ് കണ്ടെത്താൻ പറ്റും. ഇഷ്ടംപോലെ സ്പേസ് അവിടെയുണ്ട്. കൂടാതെ ചാർജിങ് പോയിൻറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഹുക്കൊക്കെ ഉണ്ട്. സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടണമെങ്കിൽ അതിനുള്ള ഹുക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ്. തന്നെയല്ല, ഇത് ജർമ്മനിയിൽ ജനിച്ച് നേരെ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് തന്നെ അവൻ്റെ നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല. ആ രീതിയിൽ ഓരോ ഇഞ്ചിലും ആ ഒരു നിർമ്മാണ നിലവാരം കാണാനുമുണ്ട്. എങ്കിൽ പോലും ഇതിപ്പോൾ നമുക്ക് ഇലക്ട്രിക്കലി അല്ല ഇത് ഫോൾഡ് ചെയ്യേണ്ടി വരുന്നത്, വലിച്ചടക്കേണ്ടി വരുന്നു. ഇലക്ട്രിക്കലി തുറക്കാനും പറ്റുന്നില്ല. അത്തരം ചില കാര്യങ്ങൾ ഇതിനകത്ത് മിസ്സിംഗ് ആണ്. അത്തരം ചില കാര്യങ്ങൾ ഉൾഭാഗത്ത് മിസ്സിംഗ് ഉണ്ട്. എന്നാണ് നമുക്ക് നോക്കാം. പക്ഷേ അതുകൂടെയൊക്കെ നമ്മൾ ഈ ഒരു വിലയുടെ വാഹനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിന്നുകൊണ്ടാണ്, ഒന്ന് ഇരുന്നോ. കുറച്ച് പേരൊക്കെ ഇരിക്കുക, കുറച്ച് പേരൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുക. കാരണം നല്ല വിലയുണ്ട്. 49 ലക്ഷം രൂപ ഈ വാഹനത്തിന് വിലയുണ്ട്. കാരണം ഇത് പൂർണ്ണമായും നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്നതാണ്. പക്ഷേ കണ്ടു കഴിയുമ്പോൾ വില കൂടുതലല്ലെന്ന് തോന്നിയപ്പോൾ നിങ്ങൾ ഈ വാഹനം ഓടിച്ചാൽ പറയും വില കൂടുതലല്ലാന്ന്. കാരണം അമ്മാതിരി ഫീച്ചേഴ്സും ആ രീതിയിലുള്ള ഡ്രൈവിങ്ങിൻ്റെ ഒരു ഹരവും ഈ ഒരു വാഹനം സമ്മാനിക്കുന്നുണ്ട്. എങ്കിലും 49 ലക്ഷം കൂടുതലല്ലേ എന്ന് ചോദിച്ചാൽ ഇത്തിരി കൂടുതലാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. രാവിലെ ഞാനിപ്പോൾ ഇത് ഡീലർഷിപ്പിൽ ചെന്ന് ഈ വാഹനം എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണെന്നും ഗിയർ എവിടെയാണെന്നും ഒക്കെ കുറച്ച് നേരം നോക്കിയിട്ടാണ് കണ്ടുപിടിച്ചത്. കാരണം ഒന്നുമില്ല, ശുദ്ധശൂന്യതയും ഈ ഒരു വലിയ സ്ക്രീനും അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. എന്തായാലും ഞാൻ അതീവ ബുദ്ധിമാനായതുകൊണ്ട് ഇവിടെയാണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് എന്നുള്ളത് കണ്ടുപിടിച്ചു. പക്ഷേ വീണ്ടും ഇതിൻ്റെ ഗിയർ ലിവർ എന്ന് പറയുന്നത് ഈ ഭാഗത്ത്, അതായത് നമ്മൾ ബെൻസിലൊക്കെ കാണുന്ന പോലെ റൈറ്റ് സൈഡിലാണെങ്കിൽ പോലും
കുറച്ചൊരു ട്രിക്കിയാണ് ആ സാധനം. അത് ഷിഫ്റ്റ് ചെയ്യുന്നത് ഒരു അല്പം ട്രിക്കി പരിപാടിയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എങ്കിലും അങ്ങനെ ഒരു ചെറിയ പ്രശ്നം കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടുപിടിച്ചിട്ടാണ് ചാച്ചൻ വണ്ടി ഇറക്കിക്കൊണ്ട് ഇങ്ങോട്ട് പോകുന്നിരിക്കുന്നത്. എന്തായാലും ഇൻറ്റീരിയർ ഞാൻ പറഞ്ഞല്ലോ, ഇൻറ്റീരിയർ കാണുമ്പോഴാണ് ഈ വാഹനത്തിന് 49 ലക്ഷം രൂപ കൊടുത്താലും തെറ്റില്ല നമുക്ക് തോന്നിപ്പോകുന്നത്. അമ്മാതിരി ഫീച്ചേഴ്സും അതീവ രസകരമായ ഇൻറ്റീരിയറുമാണ്. നമ്മൾ സാധാരണ MGയുടെ അല്ലെങ്കിൽ ചൈനീസ് വാഹനങ്ങൾ കാണുന്ന പോലെയുള്ള വലിയൊരു സ്ക്രീനാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. അതായത് 15 ഇഞ്ചിൻ്റെ സ്ക്രീനാണിത്. ഈ ഒരു സ്ക്രീൻ അല്ലാതെ ഇതിൽ ഫിസിക്കൽ കൺട്രോൾ സ്വിച്ചുകളെന്ന് പറയുന്നത് വളരെ കുറവാണ്. ആകെയുള്ളത് നിങ്ങൾ ഈ കാണുന്ന വോളിയം കൺട്രോൾ. ഇതാ ഇവിടെ വോളിയത്തിൻ്റെ കൺട്രോൾ കാണുന്നു. അതുപോലെ തന്നെ ഇവിടെ ടെമ്പറേച്ചർ കൺട്രോൾ ഈ ഒരു നീല നിറം ചുവപ്പ് നിറം കാണുന്നുള്ളൂ. ഇതല്ലാതെ ഒരു സ്വിച്ചും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ള ഒരു വോളിയം കൺട്രോളിൻ്റെ ഒരു റോട്ടറി സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ മറ്റൊരു തരത്തിലുള്ള സ്വിച്ചുകളുമില്ല. അതുകൊണ്ട് ഗുണവും ദോഷവുമുണ്ട്. ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അധികം സ്വിച്ച് ഇല്ലാത്തതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ദോഷം എന്താണെന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചർ കൺട്രോൾ അല്ലാതെയുള്ള ഏത് കാര്യം AC ഓൺ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്ക്രീൻ നോക്കി വേണം ചെയ്യാമെന്നുള്ളതാണ്. അത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അപകടകരവുമാണ്, ബുദ്ധിമുട്ടുമാണ് എന്ന് ഒഴിച്ചു നിർത്തിയാൽ സംഭവമൊക്കെ പക്കയാണെന്നാണ് പറയുന്നത്. അതുപോലെ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അമേസിംഗ് ആണ്, ഗംഭീര റെസൊല്യൂഷൻ. ഇഷ്ടം പോലെ കണക്ടിവിറ്റി ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ആപ്പ് കണക്റ്റ്, പാർക്കിംഗ് അസിസ്റ്റ്, സെറ്റിങ്സ്, എക്സ്പീരിയൻസ്, ഓഫ് റോഡിലേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും സ്റ്റിയറിംഗ് ആംഗിൾ പോലുള്ള കാര്യങ്ങളും ഡിസ്പ്ലേസ് കണ്ടോ, ഓഫ് റോഡ് ഡിസ്പ്ലേകൾ, അത്തരം കാര്യങ്ങൾ, ആംഗിളുകളും എല്ലാ സാധനങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനാമിക്സ്, പിന്നെ HDC, അതൊക്കെ നമുക്ക് എന്താണെന്ന് വിശദമായിട്ട് പറയാം. എന്തായാലും അത്തരം എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സൗണ്ട്, ഐഡിയ, ടിപ്സ്, എയർകോണിൻ്റെയൊക്കെ ഇവിടെയാണ്. AC-യുടെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പല ആപ്പുകളൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ സാധിക്കും. അത് പക്ഷേ ഇതിപ്പം PDA ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് അതൊന്നും ഇല്ലാത്ത. എന്തായാലും OTA അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് ഇത് തന്നെ കിട്ടും. പിന്നെ വാഹനത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ, ESC സിസ്റ്റം, സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഇൻറ്റീരിയർ മോണിറ്ററിങ്, ഓട്ടോ ഹോൾഡ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ്. പിന്നെ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള കാര്യങ്ങളും അതെല്ലാം തന്നെ ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആംബിയൻ കളേഴ്സ് കണ്ടോ, അതായത് 30 ആംബിയൻ കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് പക്ഷേ ഈ പകൽ ഷൂട്ട് ചെയ്യുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല കണ്ടത്. ഇതിപ്പോൾ ഈ സ്ക്രീനിൻ്റെ കളറാണ് കേട്ടോ. പക്ഷേ അങ്ങനെ അല്ലാതെ ഇതിൻ്റെ അകത്തെല്ലാം ആംബിയൻ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ എന്തൊക്കെയാണ്, മഞ്ഞ നിറം, പച്ച നിറം എല്ലാം ഉണ്ട്. പിന്നെ AC കൺട്രോളുകളാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ. പിന്നെ റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ടോ നോക്കട്ടെ. വളരെ ഗംഭീരമായ റിവേഴ്സ് ക്യാമറ. അതുപോലെ തന്നെ പാർക്ക് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ക്ലോസ് ഡോർസ്, അത് തുറന്നിട്ടിരിക്കുന്നതുകൊണ്ടാണ് അത് പറ്റാത്തത്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള ആംഗിളുകളിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ സ്ക്രീനാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ഒരു പ്രദേശം ഫുൾ ഗ്ലോസി ബ്ലാക്ക്, അതിൽ ചെറിയ ചില എലമെൻസൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ 6 ലൈൻ്റെ മാത്രമായിട്ടുള്ള നീല വരെയാണ് കാണുന്നത്. അത് കൂടാതെ വൈറ്റ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC വെൻറ്റുകളൊക്കെ ഭംഗിയായിട്ട് അതിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എനിക്കൊരു ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഇവിടെ ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ വയ്ക്കാം. പക്ഷേ അത് ഉയർത്തി കഴിഞ്ഞാൽ 2 മൊബൈലുകൾ വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന പാഡുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നല്ല രസമായിട്ടുണ്ട്. കാരണം മുകളിൽ എന്തെങ്കിലും സാധനം വയ്ക്കാം, താഴെ ചാർജ് ചെയ്യാം. മുകളിൽ സാധനം വയ്ക്കുന്നു, താഴെ ചാർജ് ചെയ്യുന്നു. ഇത് ഇടവിട്ട് കാണിക്കണം. പിന്നെ താഴെയായിട്ട് 2 C-ടൈപ്പ് ചാർജറാണ് ചാർജ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ സാധാരണ ഗിയർ ലിവർ കാണുന്നിടത്ത് നമ്മൾ കാണുന്നത് വോളിയത്തിൻ്റെ കൺട്രോൾ സ്വിച്ച് മാത്രമാണ്. ഇവിടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കീ എന്ന് പറയുന്നത്. കീയൊക്കെ കുറച്ചുകൂടി ഒന്ന് സ്പോട്ടി ആക്കാമായിരുന്നു, കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാം. കൂടാതെ കപ്പ് ഹോൾഡറായിട്ടും ഉപയോഗിക്കാവുന്ന പോലെയാണ് അതിൻ്റെ ഒരു നിർമ്മാണം. പിന്നെ ഇത് ആംറസ്റ്റ് ഉയർത്തി കഴിയുമ്പോൾ ഇവിടെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. അത് നല്ലൊരു ഫീച്ചറാണ്. അത് ഫോക്സ്വാഗണിൻ്റെ വാഹനങ്ങളിൽ മാത്രം കാണുന്നൊരു സംഭവമാണ്. കൂടാതെ ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ നമുക്ക് ഈ ഒരു ആംറസ്റ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓരോരുത്തർക്കും താത്തി ഉയർത്തി താഴെ തന്നു അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ മിസ്സിങ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയുടെ വാഹനത്തിലുള്ള മിസ്സിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ സീറ്റിനില്ല എന്നുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു വളരെ സ്പോർട്ടി ആയിട്ടുള്ള പല വാഹനങ്ങൾക്കും ചിലപ്പോൾ അത് കൊടുക്കാറില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും. കാരണം ഇതൊരു പെർഫോമൻസ് വാഹനമായിട്ടാണ് കമ്പനി കണക്കാക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ സീറ്റിൻ്റെ കുഷനിങ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത കുഷനിങ്ങാണ്. സൈഡിലൊക്കെ നല്ല ബോൾസേഴ്സ്, നമ്മളെ പൊതിയുന്ന രീതിയിൽ ബോൾസേഴ്സ് കൊടുത്തിരിക്കുന്നു. നീല വര ഇവിടെ നമുക്കിവിടെ കാണാം. അതുപോലെ ലെതറും കൂടാതെ ഫാബ്രിക് രണ്ടും കൂടെ ഇടവിട്ട് കാണിക്കുകയാണ് ഈ ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ. ഇതിൻ്റെ ഈ ഒരു
ടെക്സ്ചർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എങ്കിലും നല്ല കംഫർട്ടബിൾ സീറ്റാണ്. ഇവിടെ 6 എന്നുള്ള ബാഡ്ജിങ്ങും ഈ പിന്നെ റൈസ് ടൈപ്പ് സീറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്തിട്ട് അതെല്ലാം ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലെങ്കിലും ഡ്രൈവറിന് ഇവിടെ ഒരു മസാജ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ച് മാത്രം കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിലൊരു തഴുകലും ഒരു സംഭവമൊക്കെ, പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. സീറ്റിൻ്റെ ഹൈറ്റ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. പാസഞ്ചർ സീറ്റിലും കൊടുത്തിട്ടുണ്ട് മസാജ്. അപ്പോൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ മസാജ് മാത്രം കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ല. അത് ഫോക്സ്വാഗൺ വ്യക്തമാക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ സാമാന്യം വലിയൊരു ഗ്ലോ ബോക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഗ്ലോ ബോക്സ് എന്ന് പറയുന്ന സാധനമൊക്കെ അടയ്ക്കുമ്പോഴാണ് നമ്മൾ ഈ വാഹനത്തിൻ്റെ ആ ഒരു തട്ട് സൗണ്ട് എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഉള്ളിത്തൊലി പോലെയുള്ള ഗ്ലോ ബോക്സിൻ്റെ ആ ഒരു എന്താ പറയുക ഫ്ലാപ്പൊക്കെയാണ് നമ്മൾ പൊതുവെ കാണുന്നതെങ്കിൽ ഇതങ്ങനെ നല്ല വളരെ പക്കയാണ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ. പിന്നെ പനോരമിക്കായിട്ടുള്ള സൺറൂഫ് കൊടുത്തിരിക്കുന്നു. സൺറൂഫിൻ്റെ അടയ്ക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഒരു വിരൽ സ്പർശത്തിൽ അദ്ദേഹം ഇങ്ങ് അടഞ്ഞു പോരുന്നുണ്ട്. ഈ ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഫുൾ ബ്ലാക്കാണ്. റൂഫ് പോലും ഫുൾ ബ്ലാക്ക് കൊടുത്തിരിക്കുന്നത്. എന്നെപ്പോലെയുള്ള കരിമണലൊക്കെ ഇഷ്ടപ്പെടുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇവിടെയൊക്കെ ഫുൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇനി സ്റ്റിയറിംഗ് വീല് കുറച്ചുകൂടി വേണമെങ്കിൽ സ്പോർട്ടി ആക്കാമായിരുന്നു എന്ന് തോന്നിയെങ്കിലും മോശമല്ല. കാരണം ഇവിടെ ഒരു 6 എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ അലൂമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ, വോളിയം കൺട്രോളിൻ്റെ സ്വിച്ച്, ഈ ഭാഗത്തേക്ക് വരുമ്പോൾ മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്ത് ഈ ഒരു 12.3 ഇഞ്ചിൻ്റെ ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്കിതിൽ ചെയ്യാൻ സാധിക്കും. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്, ലെതർ റാപ്ഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു മീറ്റർ കൺസോളിൽ കാണുന്നത്. അതിലും 6 എന്നുള്ള ബാഡ്ജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ ഓടുന്നില്ലെന്നേ ഉള്ളൂ, ഇതിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഒരു 0 നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെവലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനത്തിൽ. ഇതാണ് ഞാൻ പറഞ്ഞ എന്നെ കൺഫ്യൂസ്ഡ് ആക്കിയ ആ ഒരു ഗിയർ ലിവർ എന്ന് പറയുന്നത്. സാധാരണ ഇതിൽ ബെൻസിൻ്റെ ഒക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് താത്തി കഴിഞ്ഞാൽ ഡ്രൈവ് ആകുന്നു, മുകളിലേക്ക് ഇട്ടാൽ റിവേഴ്സ് ആകുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതങ്ങനെയല്ല. ഇത് അനങ്ങുന്നില്ല, കണ്ടില്ലേ, ഇങ്ങനെ പിടിച്ചനങ്ങില്ല. പക്ഷേ നമ്മളിങ്ങനെ ഒന്ന് ചെരിക്കുമ്പോഴാണ് ഇതിൻ്റെ റിവേഴ്സും അതുപോലെ ന്യൂട്രൽ, ഡ്രൈവ്, സ്പോട്ട് ഒക്കെ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇത് ഓടിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. പിന്നെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് പാർക്കായിട്ട് മാറുകയും ചെയ്യും. അതാണ് സംഭവം. അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ലൈറ്റിൻ്റെ സ്വിച്ചുകളൊക്കെ വളരെ രസകരമായിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. കൂടാതെ താഴെയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, വളരെ സ്പോർട്ടി ആയിട്ടുള്ള സ്റ്റീൽ ഫിനിഷിൻ്റെ പെഡലുകളൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴൊക്കെ നല്ല വിസിബിലിറ്റി ഉണ്ട്. സാമാന്യം ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ, അതിന് നല്ല വിസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഫ്രെയിംലെസ് ആയിട്ടുള്ള റിയർ വ്യൂ മിററാണ് കൊടുത്തിരിക്കുന്നത്. അതും വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് അതിങ്ങനെ വളഞ്ഞ് അവിടം വരെ പോയിരിക്കുന്നു. അതുമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ ഈ സൈഡിലും നമ്മൾ ഡാഷ്ബോർഡിൽ കണ്ട ആ ഒരു ഡിസൈൻ എലമെൻറ്റുകളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റത്തെ പറ്റി പറഞ്ഞില്ലല്ലോ. JBLൻ്റെ ഒരു 8 സ്പീക്കറിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല പെർഫോമൻസ് ഉള്ളൊരു മ്യൂസിക് സിസ്റ്റമാണ്. ഡോർ പാഡിലേക്ക് വരുമ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള പോക്കറ്റൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. 2-3 വലിയ ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ. പിന്നെ നല്ല ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്, വലിയ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവിടെയൊക്കെ ലെതറാണ്, ആംറസ്റ്റിലൊക്കെ ലെതർ കൊടുത്ത് അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ അവിടെയും അങ്ങനെ തുടരുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തോന്നുന്നുണ്ട്. നൈരന്തര്യം, അതായത് ഈ ഒരു ഡിസൈൻ്റെ നൈരന്തര്യം എന്നൊക്കെ സാഹിത്യ ഭാഷയിൽ പറയാവുന്ന രീതിയിൽ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാവുന്ന ഡിസൈൻ എലമെൻറ്റുകളൊക്കെ. പിന്നെ നല്ല സ്പേസ് ഉണ്ട്, കാരണം നല്ല വീൽ ബേസ് ഉള്ളൊരു വാഹനമായതുകൊണ്ട് ഇഷ്ടംപോലെ സ്പേസൊക്കെ ഉണ്ട്. ഇത് നമുക്ക് പിൻഭാഗത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആർലൈൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. പിൻഭാഗത്തിരിക്കുമ്പോൾ ആദ്യം പെട്ടെന്നിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്പം കുഴിയാണല്ലോ എന്നുള്ള കാര്യമാണ്. കാരണം ആ സീറ്റ് നമുക്ക് നന്നായിട്ട് മാനുവലി ആണെങ്കിൽ ഹൈറ്റ് ഉയർത്താമായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിലേക്ക് വരുമ്പോൾ പെട്ടെന്നൊന്ന് ഒരല്പം ലോ പൊസിഷനിലേക്ക് വന്ന പോലെ തോന്നുന്നു. പക്ഷേ ഒരു പ്രശ്നമൊന്നുമില്ല, കാരണം വെച്ചാൽ അത്ര ഉയർന്ന വിൻഡോയിലൊന്നും അല്ലാത്തതുകൊണ്ട് ഇരുന്ന് കഴിയുമ്പോൾ അങ്ങനെ ഒരു ക്രാംഡ് ഫീലൊന്നും തോന്നില്ല. ആംറസ്റ്റ് അതുപോലെ വലിക്കി കപ്പ് ഹോൾഡേഴ്സ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ രസമുണ്ട് കേട്ടോ. ടൈം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാം. നല്ലൊരു ആംറസ്റ്റാണ്, വീതിയുള്ള ആംറസ്റ്റാണ്. അത്രയും വലിയ ആംറസ്റ്റ് കൊടുക്കാൻ കാരണം നിങ്ങൾ ഈ കാണുന്ന കാരണമാണ്. അതായത് വളരെ ഉയർന്ന സെൻട്രൽ ടണൽ ആയതുകൊണ്ട് തന്നെ നടുവിലൊരാൾ ഇരിക്കുന്നത് അത്ര പ്രായോഗികമല്ല എന്നുള്ളതുകൊണ്ടാണ്. കുട്ടികൾക്കൊക്കെ ഇരിക്കാം, പിന്നെ കാലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആർക്കും ഇരിക്കാം. പക്ഷേ എങ്കിൽ പോലും 2 പേരിരിക്കാനാണ് പൊതുവെ കമ്പനി ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പിന്നിലേക്ക് AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അതായത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമുക്കിതിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല.
പിന്നിലും 2 സീറ്റ് ടൈപ്പ് ചാർജർ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ മോഡേൺ ആയിട്ടുള്ള ഫീച്ചറായിട്ട് പറയാം. കാരണം പൊതുവെ മുന്നിലും പിന്നിലും ഈ 2 വീതം സീറ്റ് ടൈപ്പ് ഒന്നും ആരും കൊടുക്കാറില്ല. അതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം. അതുപോലെ തന്നെ സ്പേസ് എന്ന് പറയുന്നത് ഈ സീറ്റ് ഞാൻ മുന്നിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇത്രയും സ്പേസ്, ഇത് പിന്നിലേക്ക് ഇട്ടുമ്പോഴും മോശമല്ലാത്ത ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. എന്തായാലും സീറ്റിൻ്റെ കുഷനിങ് എന്ന് പറയുന്നത് മുൻഭാഗത്തെ പോലെ തന്നെ അമേസിംഗ് ആണ് കേട്ടോ. നല്ല സുഖമായിട്ട് ചേർന്നിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ കാര്യങ്ങളൊന്നും പറയാനില്ല. വളരെ ഡീപ്പായിട്ടുള്ള പോക്കറ്റ് ഡോർ പാഡിലും കൊടുത്തിട്ടുണ്ട്. അതിലും ഒരു ട്യൂട്രോമറ്റോ കൊടുത്തിട്ടുണ്ട്. അവിടെയും നല്ല ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ബ്ലാക്ക് ഫിനിഷിൻ്റെ ആ ഒരു ഭംഗി തീർച്ചയായിട്ടും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ പിന്നിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ മുൻഭാഗത്തെ വലിയ സ്ക്രീനും അത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു ഫീൽ കിട്ടുന്നുണ്ട്. എങ്കിലും എടുത്തു പറയേണ്ടത് നിർമ്മാണ നിലവാരം എന്ന് പറയുന്ന സാധനമാണ്. ഒരു കുറ്റവും ഒരു സ്ഥലത്തും പറയാനില്ലാത്ത രീതിയിൽ അങ്ങേയറ്റം എന്താ പറയുക, വളരെ മോഡേണുമാണ്. അങ്ങേയറ്റം നിർമ്മാണ നിലവാരവുമുണ്ട്. ക്വാളിറ്റിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിന് വില കൂടിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. എന്തായാലും സൺറൂഫിൻ്റെ പ്രയോജനം പിൻഭാതിരിക്കുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ട്. തലയുടെ മുകളിൽ വരെ ആകാശം വന്ന് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്കിനി ഓടിച്ചു നോക്കാം. ഓട്ടമാണ് ഇതിൻ്റെ ഒരു മെയിൻ ഐറ്റം. ഇനിയിപ്പോൾ ഓടിച്ചു നോക്കാം. പൂർണ്ണമായിട്ടും ഒരു ജർമ്മൻ വാഹനമാണ്. അതായത് ജർമ്മനിയിൽ ജനിച്ച് ഇങ്ങോട്ട് നേരെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ഒരു യൂറോപ്യൻ വാഹനങ്ങളുടെ രീതികളുണ്ട്. പ്രധാനമായിട്ടും എനിക്ക് തോന്നിയത് സസ്പെൻഷൻ്റെ കാര്യമാണ്. സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്, ഒരു സ്റ്റിഫർ സൈഡാണ്. കാരണം വെച്ചാൽ യൂറോപ്പിലൊക്കെയുള്ള റോഡുകൾക്ക് ചേരുന്ന രീതി എന്നാണ് പറയേണ്ടത്. ഇവിടെ വരുമ്പോൾ അത് കുറച്ചൊരു ബമ്പി എഫക്റ്റ് ഉണ്ടാക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയുള്ള റോഡിൽ കൂടെ പോകുമ്പോഴും ചെറിയൊരു ബമ്പി, ഒരു ചെറിയ ഒരു ബമ്പി ഫീല് തോന്നും. അങ്ങനെ വളരെ അലോസരം ഉണ്ടാക്കുന്ന രീതിയിലല്ല, എങ്കിൽ പോലും അത് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള സസ്പെൻഷൻ രീതിയല്ല. പക്ഷെ ഇപ്പോൾ നമ്മളൊരു ചെറിയ ചാട്ടം ചാടി മണ്ണിട്ട വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ സ്റ്റിഫർ സസ്പെൻഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൂടുതൽ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. എന്തായാലും ഇന്ത്യക്ക് ചേരുന്ന അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. 176 മില്ലിമീറ്റർ ഉണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് ഇന്ത്യക്ക് ചേരുന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും ആവശ്യം അതാണല്ലോ. എവിടെയും ഒരു കുഴി പ്രതീക്ഷിക്കാം, എവിടെയും ഒരു ബമ്പ് പ്രതീക്ഷിക്കാം, എവിടെ ഒരു ഹമ്പ് പ്രതീക്ഷിക്കാം. അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സസ്പെൻഷൻ മികവ് ഈ ഒരു വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് മികവ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിനുണ്ട്. പിന്നെ എനിക്ക് രസകരമായി തോന്നിയ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്റീരിയർ പറഞ്ഞില്ല, ഇതിന്റെ തൈ സപ്പോർട്ട് കൂട്ടാനായിട്ടൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. എല്ലാം മാനുവലിയാണ് ചെയ്യേണ്ടതെങ്കിൽ പോലും അങ്ങനെ ഒരു ലിവർ, അത് നമ്മുടെ ഈ ഒരു ഡ്രൈവർ സീറ്റിന്റെ താഴത്തെ ഇരിക്കുന്ന ഭാഗം ഇങ്ങനെ കുറേശ്ശെ പൊങ്ങുന്നു. അത് രസമുണ്ട്. അതുകൊണ്ട് വളരെ ഗംഭീരമായ ഒരു സീറ്റിംഗ് പൊസിഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ സീറ്റിന്റെ കുഷനിങ് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്. നല്ല സുഖമാണ് ഇരിക്കാൻ. അതും പിന്നെ നല്ല ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷനൊക്കെ ആകുമ്പോൾ സുഖമാണ് ഓടിക്കാൻ. പിന്നെ മുൻഭാഗത്താണെങ്കിലും ഒട്ടും തട്ടും തടവുമില്ലാത്ത വിസിബിലിറ്റി എന്നാണ് പറയേണ്ടത്. ചെരിഞ്ഞിറങ്ങുന്ന ബോണറ്റാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വാഹനത്തിന്റെ ഡ്രൈവ് കുറച്ച് സേഫ് ആക്കുന്നുണ്ടെന്ന് ഞാൻ പറയാൻ കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണല്ലോ നമുക്ക് എന്താണ് ആക്സിഡന്റ് ഇല്ലാത്ത വാഹനം ഓടിച്ചു പോകാൻ പറ്റുന്നത്. അതിനെല്ലാം
അതെല്ലാം ഈ ഒരു വാഹനത്തിൻ്റെ ഇത്തരത്തിലുള്ള ഡയമെൻഷൻസും ഇതിൻ്റെ ഡിസൈനും കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ വാഹനത്തിൻ്റെ ഹാൻഡ്ലിംഗ് ആയാലും അതുപോലെ റൈഡ് ക്വാളിറ്റി ആയാലും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ്. അതിൻ്റെ പേര് അഡാപ്റ്റീവ് ഷാസി കൺട്രോൾ എന്നാണ്, DCC Pro എന്നാണ് അറിയപ്പെടുന്നത്. അത് വാഹനം ഓടിച്ചു പോകുമ്പോൾ സ്പീഡ് എടുക്കുന്ന സമയത്ത്, സ്ലോ ആകുന്ന സമയത്തെല്ലാം അതെല്ലാം കൃത്യമായി സെൻസ് ചെയ്തിട്ട് ഡാമ്പിങ് ഓൾട്ടർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ സ്റ്റിഫ്നെസ്സിൽ മാറ്റം വരുത്തുന്നുണ്ട്. അതായത് നല്ല സ്പീഡിൽ പോകുമ്പോൾ കുറച്ചുകൂടെ സ്റ്റിഫ് ആകുന്നുണ്ട് സ്റ്റിയറിംഗ് വീല്. അതാണ് ഈ ഒരു അഡാപ്റ്റീവ് ഷാസി കൺട്രോൾ എന്ന് പറയുന്നത്. അതൊരു ഗംഭീര സംഭവമാണ്. പിന്നെ ഡ്രൈവ് മോഡുകൾ, നമ്മൾ നടുവിൽ കാണുന്ന വോളിയം കൺട്രോളിൻ്റെ ആ സ്വിച്ചിൽ തന്നെയാണ് നമുക്ക് ഡ്രൈവ് മോഡ് മാറ്റാൻ സാധിക്കുന്നത്. കംഫർട്ട്, ഓഫ് റോഡ്, സ്നോ എന്നൊക്കെ പറയുന്ന ഡ്രൈവ് മോഡുകളുണ്ട്. അതെല്ലാം 4Motion എന്ന് പറയുന്ന ഈ Volkswagen ഇലക്ട്രോണിക് 4-wheel ഡ്രൈവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് പലതരത്തിൽ ഓൾ വീൽ ഡ്രൈവ് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെയാണ്. ഈ ഡ്രൈവ് മോഡുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഡ്രൈവ് മോഡ് മാറുമ്പോഴും ഈ ഓൾ വീൽ ഡ്രൈവിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾക്കൊക്കെ മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല റോഡ് ഗ്രിപ്പ് ആണെന്നുള്ളതാണ് ഈ ഓൾ വീൽ ഡ്രൈവിന്റെ പ്രത്യേകത. അത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും 2000 RPM കഴിയുമ്പോഴാണ് വാഹനത്തിന്റെ ആ ഒരു എഞ്ചിന്റെ വിശ്വരൂപം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പവർ ഡെലിവറി, നല്ല രസമാണ് പിന്നെ ഓടിച്ചു പോകാൻ. എഞ്ചിനെ പറ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1984cc ടർബോ ചാർജ്ഡ് എഞ്ചിനാണ്. 2 ലിറ്റർ TSI എഞ്ചിനാണ്. മാക്സിമം പവർ 204 BSP. അത് 4500-നും 6000 RPM ഇടയ്ക്കാണ് കിട്ടുന്നത്. മാക്സിമം ടോർക്ക് 320 Nm. അത് വളരെ ചെറിയ RPM, 1500 തൊട്ട് 4400 RPM വരെയുള്ള ആ ഒരു ടോർക്ക് ബാൻഡിലാണ് കിട്ടുന്നത്. ഒരേ ഒരു ട്രാൻസ്മിഷൻ ഉള്ളതിൽ അത് 7 സ്പീഡ് DSG ട്രാൻസ്മിഷനാണ്. അത് ഫോക്സ്വാഗണിന്റെ ഏറ്റവും വിഖ്യാതമായ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷന്റെ പേരാണ്. അതാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ബ്രേക്കിംഗ് ആണെങ്കിലും മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ പറയല്ലോ, 176 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് ഇന്ത്യയിലെ റോഡുകൾക്കൊന്നും ഇതൊരു പ്രശ്നമല്ല. പിന്നെ ടേണിംഗ് റേഡിയസ് ആണെങ്കിലും കൂടുതലൊന്നുമില്ല, 5.8 മീറ്റർ ഉള്ളൂ. എവിടെയും തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും 2680 mm വീൽ ബേസ് ഉള്ളതുകൊണ്ട് ഇന്റീരിയർ സ്പേസിനൊന്നും യാതൊരു കുറവുമില്ല. മൈലേജ് കമ്പനി പറയുന്നത് 12.58 ആണ്. എന്ന് പറയുമ്പോൾ 10 കിലോമീറ്റർ താഴെയൊക്കെ മൈലേജാണ് പ്രതീക്ഷിക്കാവുന്നത്. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 60 ലിറ്റർ ഉണ്ട് ഫ്യൂൾ ടാങ്കിന്റെ കപ്പാസിറ്റി. എന്തായാലും ധാരാളം അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിംഗ്, ഫ്രണ്ട് ക്രോസ് ട്രാഫിക് അസിസ്റ്റ്, അതുപോലെ ഓൺ കമ്മിങ് വെഹിക്കിൾ ബ്രേക്കിംഗ്, പിന്നെ ലൈൻ ചെയിൻ സിസ്റ്റം, ലൈൻ അസിസ്റ്റ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പിന്നെ പാർക്ക് അസിസ്റ്റ്, അതായത് നമ്മൾ വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വാഹനം തന്നെ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്, പിന്നെ മുൻഭാഗത്ത് എയർ ബാഗ് കൂടാതെ കർട്ടൺ എയർ ബാഗുകളും സൈഡ് എയർ ബാഗുകളും സെൻട്രൽ എയർ ബാഗുകളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്റ്റൻഡഡ് പെഡസ്ട്രിയൻ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് എല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഡിസ്ക് ബ്രേക്കുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഗ്ലോബൽ കാർ ടെസ്റ്റിൽ ഇദ്ദേഹം 5 സ്റ്റാർ നേടിയിട്ടുണ്ട്. അതായത് ഫുൾ സ്റ്റാർ നേടിയൊരു വാഹനമാണിത്. അപ്പോൾ 0 to 100 എന്ന് പറയുന്നത് 7.1 സെക്കൻഡ്സ് ആണ് പറയുന്നത്. നമുക്കൊന്ന് എടുത്തു നോക്കാം. യെസ്, 102 കിലോമീറ്റർ കഴിഞ്ഞു. ഏതായാലും സ്റ്റോപ്പ് വാച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് നോക്കാൻ പറ്റിയില്ല. പക്ഷേ എങ്കിൽ പോലും 7 സെക്കൻഡ്സ് താഴെ എടുത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 2000 RPM വരെ വളരെ ചെറിയൊരു ലാഗിന് ശേഷമാണ് ഈ ഒരു ടർബോ ചാർജ് എഞ്ചിൻ നമ്മൾ കുതിച്ച് കയറാൻ പോകുന്നത്. അതിൻ്റെ ഒരു സുഖമുണ്ട്. കൂടാതെ സ്ട്രൈറ്റ് ലൈൻ ആയാലും വളവുകൾ വീശുമ്പോഴൊക്കെ ആയാലും നല്ല രസമാണ് കേട്ടോ. സംഭവത്തിൻ്റെ ഹാൻഡ്ലിംഗ് മികവ് എന്ന് പറയുന്നത് എടുത്തു പറയണം. അപ്പോൾ ഒരു സ്പോർട്സ് കാറിൻ്റെ രീതികളൊക്കെ ഉണ്ട്. ഇതിന് സൗണ്ട് ആണെങ്കിൽ ഞാനിപ്പോൾ സ്പോർട്ട് എന്ന മോഡലായിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു രസം കണ്ടോ. അതുകൊണ്ട് ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ ചടുലമാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഒരു സ്പോർട്സ് കാറിൻ്റെ ഒരു ഡ്രൈവിംഗ് ഹരവും അതോടൊപ്പം തന്നെ SUV-യുടെ എല്ലാ ഫീച്ചേഴ്സും ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാം കൂടെ ഒത്തുചേരുന്ന ഒരു വാഹനമാണിത്. പിന്നെ Volkswagen എന്ന് പറഞ്ഞാൽ നമ്മുടെ ജർമ്മൻ ഒരു നിർമ്മാണ തികവ് അല്ലെങ്കിൽ സാങ്കേതിക മികവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു പറയാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഓടിച്ചാൽ ഇഷ്ടപ്പെടും, യാതൊരു സംശയവുമില്ല. വളരെ സേഫായിട്ടുള്ള ഒരു SUV നിങ്ങൾക്ക് വേണമെങ്കിൽ, അതും വളരെ സ്പോർട്ടിയായ എഞ്ചിനോട് കൂടി SUV വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്ന വാഹനമാണ് Volkswagen Tiguan R-Line. അപ്പോൾ 2 വേരിയൻസ് ആണ് ഈ വാഹനത്തിനുള്ളത്. ഒന്ന് OBD1 ഒന്ന് OBD2. OBD2 ആണ് ഈ ഒരു 49 ലക്ഷം രൂപ ഓൺ റോഡ് വില വരുന്ന വാഹനം. OBD1-ന് 44 ലക്ഷം രൂപയാണ് ഓൺ റോഡ്. എന്തായാലും വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു SUV വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഒരു സാധ്യതയും ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ല എന്നാണ് പറയേണ്ടത്. അതായത് ഈ ഒരു വില നിലവാരത്തിൽ അതിന് നിങ്ങൾക്ക് പോകേണ്ടി വരുന്ന ഈ വാഹനത്തിലേക്ക് തന്നെയാണ്. എന്താണ് പ്രധാനപ്പെട്ട എതിരാളികളെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്കോഡ കോഡിയാക്ക് ഉണ്ട്, ജീപ്പിൻ്റെ മെറിഡിയൻ ഉണ്ട്,
ഹ്യുണ്ടായി ട്യൂസോൺ ഉണ്ട്. ഇവയ്ക്കെല്ലാം ഇതിനേക്കാളും വില കുറവാണെന്നുള്ള മറ്റൊരു കാര്യം. എങ്കിൽ പോലും ഇതിന് മാത്രമുള്ള ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം ശ്രദ്ധേയമാകുന്നത്. പഴയ ആർലൈനേക്കാളും 10 ലക്ഷത്തോളം രൂപയാണ് ഇപ്പോൾ വില കൂടിയിരിക്കുന്നത്. പൂർണ്ണമായും CBO ആയതുകൊണ്ട് സംഭവിച്ചായിരിക്കാം. എന്തായാലും ആ വിലയ്ക്ക് ഇത് വർത്താണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വാഹനം ഇഷ്ടപ്പെടുന്നവർക്ക് ആ വില കൂടുതലായിട്ട് തോന്നുകയില്ല. കാരണം അത്രയും രസകരമായ ഡ്രൈവും അത്രയും രസകരമായ ഓഫ് റോഡ് എബിലിറ്റീസും അതുപോലെ തന്നെ അത്രയും രസകരമായ ഡ്രൈവ് മോഡുകളും മറ്റും ഈ ഒരു വാഹനത്തിലുണ്ട്. കാഴ്ചയിലും ഒരു ഗംഭീര വാഹനമാണ്. അങ്ങനെ തിളങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി. ബൈ.